കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടിയ കേസിൽ 2 പേർ കൂടി അറസ്റ്റിൽ. പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാരിഖ് എന്നിവരാണ് അറസ്റ്റിലായത്. കോളേജിൽ ലഹരി എത്തിച്ചത് ഇവരാണെന്ന് പോലീസ് കണ്ടെത്തി. അതേസമയം കേസിൽ നിർണായകമായത് പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ്. അറസ്റ്റിലായ വിദ്യാർത്ഥികളുടെ മൊഴിയിൽ നിന്നാണ് പൂർവ്വ വിദ്യാർത്ഥിക്കെതിരായ തെളിവുകൾ ലഭിച്ചത്. ആഷിഖും ഷാരിഖുമാണ് കോളേജിൽ കഞ്ചാവ് എത്തിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇവരുടെ മൊഴികൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ലെന്നും കൂടുതൽ ആളുകൾ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നതായും തൃക്കാക്കര ACP PV ബേബി. കുറച്ച് വിവരങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വിവരങ്ങൾ പൂർണ്ണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കാവുന്നതല്ല. അതിനെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് തെളിവുകൾ കിട്ടിയാൽ മാത്രമേ അത് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുള്ളൂ. പൂർണ്ണമായും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ നമ്മൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുള്ളൂ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. ഹോസ്റ്റലിൽ കഞ്ചാവ് വിൽക്കുന്നത് ഓഫറിലാണെന്ന് വിദ്യാർത്ഥികൾ പോലീസിന് മൊഴി നൽകി. മുൻകൂറായി പണം നൽകുന്നവർക്കാണ് ഓഫർ ആനുകൂല്യം ലഭിക്കുക. 500 രൂപയുടെ കഞ്ചാവ് മുൻകൂറായി പണം നൽകിയാൽ 300 രൂപയ്ക്ക് ലഭിക്കും. അതേസമയം ക്യാമ്പസിൽ ലഹരി ഇടപാട് നടക്കുന്നുണ്ടെന്ന് സൂചന നൽകി പ്രിൻസിപ്പൽ പോലീസിന് നൽകിയ കത്താണ് കേസിൽ നിർണായകമായത്. വെള്ളിയാഴ്ച കോളേജിൽ നടക്കുന്ന ഹോളി ആഘോഷത്തിൽ മദ്യവും മയക്കുമരുന്നും മറ്റ് ലഹരി പദാർത്ഥങ്ങളും ഉണ്ടാകുമെന്ന് വിദ്യാർത്ഥികൾ അതിനായി പണപ്പിരിവ് നടത്തിയെന്നും പ്രിൻസിപ്പൽ കൊച്ചി DCPക്ക് അയച്ച കത്തിൽ പറയുന്നു. റിമാൻഡിൽ കഴിയുന്ന 1-ാം പ്രതി ആകാശിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. News 18 കൊച്ചി.